Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ കെപിസിസിയുടെ ദ്വിദിന നേതൃക്യാമ്പ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ തുടക്കമായി. കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് രാവിലെ പതാക ഉയർത്തി. എഐസിസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. ക്യാമ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ടീം വർക്കാണ് തദ്ദേശത്തിലെ തിളക്കമാർന്ന വിജയമന്ത്രമെന്ന് നേതൃക്യാമ്പിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കവെ കെപിസിസി പ്രസിഡന്റ് പറഞ്ഞു. വളരെ പ്രതീക്ഷയോടെയാണ് കീഴ്ഘടകങ്ങൾ ലക്ഷ്യദ്വിദിന ക്യാമ്പിനെ നിരീക്ഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് മിന്നും വിജയം നേടുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അപ്പോൾ ഈ ഇലക്ഷനിൽ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്ത് 200 കഴിഞ്ഞ ഇലക്ഷനിൽ LDFന് അധികം ലഭിച്ചിരുന്നു ഗ്രാമപഞ്ചായത്തുകളെങ്കിൽ ഇപ്രാവശ്യം 200 നമുക്ക് അധികമാണ് ലഭിച്ചത്. ആ പ്രവർത്തനത്തിൽ ശക്തമായി പങ്കാളികളായ കേരളത്തിലെ കോൺഗ്രസിന്റെയും UDFന്റെയും മുഴുവൻ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും നല്ലവരായ ജനങ്ങൾക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ്. ഈ ഇലക്ഷൻ വിജയത്തിൽ ഇവിടെ കെ.സിയും ദീപാജി ഇവിടെ ഇരിക്കുന്നുണ്ട്. എഐസിസിയുടെ അകമഴിഞ്ഞ സപ്പോർട്ട് സാധാരണ ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരിക്കലും ഉണ്ടാകാത്ത രൂപത്തിൽ അതിന്റെ നിരീക്ഷണം 3 സെക്രട്ടറിമാര് അവരെല്ലാവരും ഒരുപാട് യാത്ര ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളെ ടീം വർക്കിലേക്ക് അവർ നയിച്ച് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാ നേതാക്കന്മാരും ഒത്തുപിടിച്ച് UDFന്റെ നല്ല ടീം വർക്ക്, കോൺഗ്രസിന്റെ നല്ല ടീം വർക്ക്, ഹാർഡ് വർക്ക് കപ്പിൾഡ് വിത്ത് ടീം വർക്ക്, അതായിരുന്നു ഈ വിജയത്തിന്റെ മന്ത്രം, വിജയത്തിന്റെ തന്ത്രം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ അണിനിരുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. എഐസിസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2010 ശേഷം മികച്ച വിജയം നേടാനായത് അഭിമാനകരമാണെന്നും ജനത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഭരണം ഉയരണമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. സിപിഎമ്മും ബിജെപിയും തമ്മിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേതുപോലെ അവിശുദ്ധ ബന്ധം തുടരുകയാണ്. കോൺഗ്രസിൽ ഭിന്നതയുണ്ടാവുമെന്ന് കരുതി പിണറായി വിജയൻ പനിക്കേണ്ടെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. 3ാം പിണറായി ഭരണം എന്നത് ഇനി നടക്കാത്ത കാര്യമാണെന്നും കെ.സി. വേണുഗോപാൽ പരിഹസിച്ചു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ഉടൻ ആരംഭിക്കും. കഴിഞ്ഞ തവണ യുവാക്കൾക്ക് നൽകിയ പ്രാധാന്യം ഗുണകരമായി. ഇത്തവണയും അത് തുടരും. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ആരും പരസ്യമായി പ്രതികരിക്കരുതെന്നും നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. ഭിന്നാഭിപ്രായമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പനിക്കേണ്ടതില്ലെന്നും ഈ ക്യാമ്പ് പിരിയുന്നത് ഇതുവരെ കാണാത്ത ഐക്യത്തോടെയായിരിക്കുമെന്നും കെ.സി. വേണുഗോപാൽ ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ സിപിഎമ്മും ബിജെപിയും തമ്മിൽ അവിശുദ്ധ ബന്ധമാണുള്ളത്. ബിജെപിയും സിപിഎമ്മും ഒരു മുന്നണി പോലെയാണ് പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ട് വർദ്ധിപ്പിക്കാതെ വാർഡ് വിഭജിച്ച് ബിജെപിക്ക് കൂടുതൽ വാർഡ് നേടിക്കൊടുക്കാൻ മുഖ്യമന്ത്രി അവസരം നൽകി. ഈ അവിഹിത കൂട്ടുകെട്ട് ഇരു പാർട്ടികളിലെയും സാധാരണ അണികൾ പോലും അംഗീകരിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിനെതിരായ കുറ്റപത്രം മാത്രമല്ല, UDFന്റെ വികസന നയരേഖ കൂടി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംഘടനാ സംവിധാനം അടിമുടി ശക്തിപ്പെടുത്തുക എന്നതാണ് ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരായ രാഷ്ട്രീയ പോരാട്ടങ്ങളും സമരപരിപാടികളും കൂടുതൽ ശക്തമാക്കുന്നതടക്കമുള്ള നിർണായക തീരുമാനങ്ങൾ ക്യാമ്പിൽ ഉണ്ടാകും. 4 കോർപ്പറേഷൻ മേയർമാർ ഉൾപ്പെടെ 157 നേതാക്കളാണ് ദ്വിദിന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അവരുടെ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയഫലം വന്നത്. നമ്മുടെ വിജയം അവർ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അവരുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തിരിക്കുകയാണ്. BJP ധരിച്ചതെന്താണ്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ടിരുന്ന നരേന്ദ്രമോദി 5 ട്വീറ്റാണ് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചെയ്തത്. 5 ട്വീറ്റ്, 1, 2 മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, പിന്നെ മാറി ട്വീറ്റ്. അത് കഴിഞ്ഞ് അവരുടെ പാർട്ടി പ്രസിഡന്റ് നല്ല ആഭ്യന്തരമന്ത്രി അമിത്ഷാ, എല്ലാ കേന്ദ്രമന്ത്രിമാരും ഒറ്റയടിയിൽ കേരളത്തിലെന്തോ BJP പിടിച്ചെടുത്തു എന്നുള്ള ഫീലിംഗ് നമ്മൾ നാട്ടിലെ പല ഭാഗങ്ങളിൽ നമ്മളെ വിളിച്ചു. എന്നാൽ കേരളത്തിൽ BJP ഇത്രയും വിജയം ഉണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പിന്നീട് മനസ്സിലാക്കി. വോട്ട് പെർസെന്റേജ് വന്നപ്പോൾ അവിടെ എല്ലാ കാലത്തെയും പോലെ വോട്ട് പെർസെന്റേജ് ആണ് വന്നത്. അപ്പൊ ആ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ
തോറ്റ ബി ജെ പിയും വൻ പ്രതീക്ഷയോടെ വന്ന് തോറ്റ ബി ജെ പിയും തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചു. ഞാൻ കുറച്ച് കാണുന്നില്ല, അവർ ജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മുൻപ് അവർക്ക് MLA ഉണ്ടായിട്ടുണ്ട്. കോർപ്പറേഷൻ അതിൻ്റെ അടുത്ത് തന്നെ 10-40 സീറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ 5-10 സീറ്റ് അധികം കൂടിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞുകൊണ്ട് അവരും നിരാശയില്ല. UDF വൻ മുന്നേറ്റത്തിൽ CPM-നോടൊപ്പം BJP നിരാശരാണ്. അപ്പോൾ ആ രണ്ടുപേരുടെയും പരീക്ഷണശാലകളിൽ, രാഷ്ട്രീയ പരീക്ഷണശാലകളിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മന്ത്രമാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ ഈ അഭൂതപൂർവമായ വിജയത്തെ അതിജീവിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെ തോൽപ്പിക്കണമെങ്കിൽ ചില പുതിയ കരുക്കൾ വേണം. അതുകൊണ്ട് അത് പിന്നീട് തുടങ്ങിയതാണ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതാണ്. ഈ 2 ദിവസം തന്നെ ക്യാമ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിലെ വരാൻ വേണ്ടി പോകുന്ന കലാപത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു ക്യാമ്പായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഇടയ്ക്കുന്ന അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നതൊക്കെ കുറച്ചൊക്കെ ഇവിടെ കിട്ടും. കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും കിട്ടിപ്പിക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? 2 പാർട്ടികളുടെയും ഉത്തരവാദപ്പെട്ട ആളുകളുടെ ആശിസ്സോടുകൂടി അതിനുള്ള പരിശ്രമങ്ങളാണ് ഇന്നും നാളെ ഇവിടെ ഉണ്ടാവുന്നത്, വരും ദിവസം ഉണ്ടാവുന്നത്. അവര് പറയാം, കോൺഗ്രസ് ഒരുപാട് പേര് മുഖ്യമന്ത്രിമാരാകാൻ ആഗ്രഹിക്കുന്നുണ്ട്, കോൺഗ്രസിൽ ഒരുപാട് പേര് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മത്സരിക്കുന്ന ആളെ കുറിച്ച് ചർച്ച, MP-മാർ മത്സരിക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ. ഇത്തരം ചർച്ചകളൊക്കെ നിങ്ങൾ ഇതിന്റെ ഉറവിടം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഉറവിടം കോൺഗ്രസ് അല്ല. ഇതിന്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ച 2 തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിദയനീയമായി പരാജയപ്പെട്ട ഇടതുപക്ഷ മുന്നണി പരാജയത്തിന്റെ പടുകുഴിയിൽ വീണ് കിടക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ഏക കക്ഷിക്ക് മുമ്പ് നമ്മളെ ഇടയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഭിന്നതയും പ്രയാസവുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ചെറിയ പരീക്ഷണം പിണറായി വിജയനോടും BJP നേതാക്കളോടും പറയാനുള്ളത്, ആ കട്ടിൽ കണ്ടും പണിക്കണ്ട എന്നുള്ളത് കഴിഞ്ഞു. ഇവിടെ നിന്ന് നാളെ നിന്ന് പിരിഞ്ഞു പോകുന്ന എഴുതി വെച്ചോ. ഇവിടെ നിന്ന് ഈ യോഗം കഴിഞ്ഞ് നാളെ പിരിഞ്ഞു പോകുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കെട്ടുറപ്പുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുന്നവരാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കണം. പക്ഷെ ഞങ്ങള് ഇപ്പോഴത്തെ കാലത്തിന്റെ ചുവരെഴുത്ത് കൃത്യമായി തിരിച്ചറിയുന്നു. Thank you.